വിശുദ്ധർ ജനുവരി 26 വിശുദ്ധ തിമോത്തിയോസും തീത്തൂസും. വിശുദ്ധ തിമോത്തിയോസ് വിശുദ്ധ പൗലോസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്ന വിശുദ്ധ തിമോത്തിയോസ് ലിക്കോയാണിയിലെ ലിസ്ട്ര സ്വദേശിയായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. വിശുദ്ധൻ്റെ മാതാവായിരുന്ന യൂണീസ് ഒരു ജൂതമത വിശ്വാസിയായിരുന്നു. പിന്നീട് മാതാവായ യൂണീസും അമ്മൂമ്മയായിരുന്ന ലോയിസും ക്രിസ്തുമത വിശ്വാസം സ്വീകരിച്ചു. യുവത്വത്തിൽ തന്നെ വിശുദ്ധ തിമോത്തിയോസ് വിശുദ്ധ ലിഖിതങ്ങൾ തൻ്റെ പഠന വിഷയമാക്കിയിരുന്നു. വിശുദ്ധ പൗലോസ് ലിക്കായോണിയയിൽ സുവിശേഷ പ്രഘോഷണത്തിനായി വന്നപ്പോൾ ഇക്കോണിയാമിയിലെയും ലിസ്ട്രായിലെയും പ്രേക്ഷിതർ വിശുദ്ധ തിമോത്തിയോസിനെ ഒരു നല്ല സ്വഭാവത്തിനുടമയാക്കിയിരുന്നു. അതിനാൽ തന്നെ വിശുദ്ധ പൗലോസ് ബർണബാസിൻ്റെ ഒഴിവിലേക്ക് വിശുദ്ധ തിമോത്തിയോസിനെ തൻ്റെ സഹചാരിയായി തിരഞ്ഞെടുത്തു. മാതാവ് ജൂതവംശിയായിരുന്നതിനാൽ തിമോത്തിയോസിനെ പരിച്ഛേദനം ചെയ്യുവാൻ വിശുദ്ധ പൗലോസ് തയ്യാറായി. എന്നിരുന്നാലും ജൂതരല്ലാത്ത മാതാപിതാക്കൾക്ക് പിറന്ന ടൈറ്റസിനെ പരിച്ഛേദനം ചെയ്യുവാൻ അദ്ദേഹം തയ്യാറായില്ല. സുവിശേഷത്തിൻ്റെ സ്വാതന്ത്ര്യം ഉറപ്പിക്കുന്നതിനും പരിച്ഛേദനത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്നവർക്ക് ഉള്ള മറുപടിയായിട്ടുമായിരുന്നു ഈ തീരുമാനം. കൂടാതെ ജൂതന്മാർക്ക് മുമ്പിൽ വിശുദ്ധ തിമോത്തിയെ കൂടുതൽ അഭിമാനഗാമ്യനാക്കുക, അവരുടെ നിയമങ്ങൾക്ക് താൻ എതിരല്ല എന്നവരെ ബോധ്യപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളും വിശുദ്ധ പൗലോസിൻ്റെ ഈ തീരുമാനത്തിന് പിന്നിലുണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെ വിശുദ്ധ ക്രിസോസ്റ്റം പൗലോസിൻ്റെ ഈ ദീർഘവീക്ഷണത്തെ പ്രശംസിച്ചിട്ടുണ്ട്. അങ്ങനെ വിശുദ്ധ പൗലോസ് തിമോത്തിയോസിൻ്റെ നെറുകയിൽ കൈകൾ വെച്ച് അദ്ദേഹത്തെ തൻ്റെ സുവിശേഷ ദൗത്യത്തിലേക്ക് സ്വീകരിച്ചു. ആ നിമിഷം മുതൽ വിശുദ്ധ പൗലോസ് തൻ്റെ ശിഷ്യനായും സഹോദരനായും വിശുദ്ധ തിമോത്തിയോസിനെ സ്വീകരിച്ചു. പൗലോസ് വിശുദ്ധ തിമോത്തിയോസിനെ ദൈവീക മനുഷ്യൻ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. തിമോത്തിയോസിനെ പോലെ തൻ്റെ ആത്മാവിനോട് ചേർന്നിരിക്കുന്ന മറ്റാരെയും താൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. വിശുദ്ധ പൗലോസ് ലിസ്ട്രായിൽ നിന്നും ഏഷ്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് യാത്ര തിരിക്കുകയും അവിടെ നിന്ന് മാസിഡോണിയയിലേക്കും പിന്നീട് ഫിലിപ്പി, തെസലോനിക്ക, ബെറിയ തുടങ്ങിയിടങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തു. ജൂതന്മാരുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ബെറിയ വിടുവാൻ അദ്ദേഹം നിശ്ചയിച്ചു. അവിടെ താൻ മതപരിവർത്തനം ചെയ്തവരുടെ വിശ്വാസം കാത്തുസൂക്ഷിച്ചു പോകുന്നതിനായി വിശുദ്ധ തിമോത്തിയോട് അവിടെ തന്നെ തുടരുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നിരുന്നാലും ഏഥൻസിലെത്തിയപ്പോൾ വിശുദ്ധ തിമോത്തിയെ തിരിച്ചു വിളിക്കുവാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. പക്ഷേ തെസലോനിക്കയിലെ ക്രിസ്ത്യാനികൾ ശക്തമായ മതപീഡനത്തിന് ഇരയാവുന്നെന്ന വാർത്ത അറിഞ്ഞയുടൻ അവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് ധൈര്യവും ആവേശവും പകരുന്നതിനായി വിശുദ്ധ തിമോത്തിയെ തെസലോനിക്കയിലേക്ക് അയച്ചു. പിന്നീട് വിശുദ്ധ തിമോത്തി കൊറിന്ഥയിലുണ്ടായിരുന്ന തൻ്റെ ഗുരുവിനെ കണ്ട് താൻ നേടിയ നേട്ടങ്ങളെപ്പറ്റി അദ്ദേഹത്തെ ധരിപ്പിക്കുകയുണ്ടായി. അതിനെ തുടർന്നാണ് വിശുദ്ധ പൗലോസ് തെസലോനിക്കക്കാർക്കുള്ള തൻ്റെ ആദ്യത്തെ ലേഖനം എഴുതുന്നത്. കൊറിന്ഥയിൽ നിന്നും വിശുദ്ധ പൗലോസ് ജെറൂസലേമിലെത്തി. അവിടെ നിന്നും എഫേസൂസിലേക്കും എഫേസൂസിൽ ഏതാണ്ട് 2 വർഷത്തോളം ചിലവഴിച്ചതിന് ശേഷം AD 58 ഗ്രീസിലേക്ക് മടങ്ങുവാൻ തീരുമാനിച്ചു. വിശ്വാസികളെ തൻ്റെ വരവിനെക്കുറിച്ച് ധരിപ്പിക്കുവാനും ജെറുസലേമിലെ ക്രിസ്ത്യാനികൾക്ക് താൻ കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്ന സംഭാവനകൾ ശേഖരിക്കുവാനുമായി അദ്ദേഹം തിമോത്തിയോസിനെയും ഇറാസ്റ്റസിനെയും തനിക്ക് മുമ്പേ മാസിഡോണിയ വഴി ഗ്രീസിലേക്ക് അയച്ചു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തിമോത്തി കൊറിന്ഥയിലേക്ക് പോയി. അവിടുത്തെ ക്രിസ്ത്യാനികളുടെ വിശ്വാസം നവീകരിക്കുകയും ദൈവിക സ്നേഹത്തിലേക്ക് അവരെ കൂടുതൽ അടുപ്പിക്കുകയും ചെയ്തു. വിശുദ്ധ പൗലോസ് തിമോത്തിയോസിൻ്റെ തിരിച്ചുവരവിനായി ഏഷ്യയിൽ കാത്തിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് ശേഷം അവർ ഒരുമിച്ച് മാസിഡോണിയയിലേക്കും അക്കയ്യായിലേക്കും പോയി. ഫിലിപ്പിയിൽ വെച്ച് തിമോത്തിയും പൗലോസും വേർപിരിഞ്ഞുവെങ്കിലും ട്രോവാസിൽ അവർ വീണ്ടും ഒരുമിച്ചു. പാലസ്തീനയിലേക്ക് തിരിച്ചു വരുന്നതിനിടയ്ക്ക് പൗലോസ് ശ്ലീഹ സീസറിയയിൽ വെച്ച് തടവിലായി. 2 വർഷത്തെ തടവിന് ശേഷം അദ്ദേഹത്തെ റോമിലേക്ക് അയച്ചു. ഇക്കാലം അത്രയും വിശുദ്ധ തിമോത്തിയും അപ്പസ്തോലൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ഫിലെമോനും ഫിലിപ്പിയർക്കുമുള്ള തൻ്റെ ലേഖനങ്ങൾക്ക് അദ്ദേഹത്തെ കൊണ്ടാണ് തലക്കെട്ട് എഴുതിപ്പിച്ചത്. വിശുദ്ധ തിമോത്തിയും ക്രിസ്തുവിന് വേണ്ടി തടവിൽ കിടക്കുകയും നിരവധി സാക്ഷികൾക്ക് മുൻപിൽ വെച്ച് യേശുവിൻ്റെ നാമം ഏറ്റുപറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പിന്നീട് അദ്ദേഹം സ്വതന്ത്രനാക്കപ്പെട്ടു. അധികം വൈകാതെ അദ്ദേഹം മെത്രാനായി അഭിഷിക്തനായി. വിശുദ്ധ പൗലോസാകട്ടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ റോമിൽ നിന്നും കിഴക്കിൽ മടങ്ങിയെത്തുകയും എഫേസൂസിലെ സഭയെ ഭരിക്കുന്നതിനായും
പുരോഹിതരെയും ശമാശന്മാരെയും കൂടാതെ മെത്രാന്മാരെയും വരെ അഭിഷിക്തനാക്കുന്നതിനായി വിശുദ്ധ തിമോത്തിയോസിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അപ്പസ്തോലൻ വിശുദ്ധ തിമോത്തിയോസിനെ ഏഷ്യയിലെ മുഴുവൻ സഭയെയും ഭരിക്കുന്നതിനായി നിയമിച്ചു എന്നാണ് സഭാപിതാക്കന്മാർ പറയുന്നത്. എഫേസൂസിലെ ആദ്യത്തെ മെത്രാൻ വിശുദ്ധ തിമോത്തിയോസാണെന്നാണ് പറയപ്പെടുന്നത്. മാസിഡോണിയയിൽ നിന്നുമാണ് വിശുദ്ധ പൗലോസ് തിമോത്തിയോസിനുള്ള തൻ്റെ ആദ്യത്തെ കത്തെഴുതുന്നത്. ഒരിക്കൽ കൂടി തന്നെ സന്ദർശിക്കുവാൻ വിശുദ്ധ പൗലോസ് തിമോത്തിയോസിനോട് ആവശ്യപ്പെട്ടിരുന്നു. മരിക്കുന്നതിന് മുൻപായി വിശുദ്ധ തിമോത്തിയോസിനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടിയായിരുന്നു അത്. തൻ്റെ പ്രിയപ്പെട്ട മകനോടുള്ള അപ്പസ്തോലൻ്റെ സ്നേഹത്തിൻ്റെ ഒരു കവിഞ്ഞൊഴുകലായി ഇതിനെ വിശേഷിപ്പിക്കാം. മരണത്തിന് മുൻപ് വിശുദ്ധ പൗലോസ് തൻ്റെ അഭിഷേക സമയത്ത് സ്വീകരിച്ച പരിശുദ്ധാത്മാവിനെ നവീകരിക്കുവാൻ പ്രേരിപ്പിക്കുകയും സഭയെ അലട്ടിയിരുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ച് തിമോത്തിയോസിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. വിശുദ്ധ തിമോത്തിയോസ് വെറും വെള്ളം മാത്രമേ കുടിച്ചിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ കഠിന സന്യാസം വിശുദ്ധൻ്റെ ആരോഗ്യത്തെ ക്ഷയിപ്പിച്ചു. വിശുദ്ധ യോഹന്നാൻ എഫേസോസിൽ വരുന്നതിന് മുമ്പ് വിശുദ്ധ പൗലോസ് തിമോത്തിയോസിനെ അവിടുത്തെ മെത്രാനായി വാഴിച്ചു എന്ന് നാം അനുമാനിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അപ്പസ്തോലനായി ആ നഗരത്തിൽ താമസിക്കുകയും ഏഷ്യയിലെ മുഴുവൻ സഭകളുടെയും മേൽനോട്ടം വഹിച്ചിരുന്നു എന്നൊരു വിശ്വാസം നിലവിലുണ്ട്. പുരാതന രക്തസാക്ഷി പട്ടികയിൽ വിശുദ്ധ തിമോത്തിയോസിനെ ഒരു രക്തസാക്ഷിയായിട്ടാണ് പരാമർശിച്ചിരിക്കുന്നത്. വിശുദ്ധ തിമോത്തിയോയുടെ പ്രവർത്തനങ്ങൾ എന്ന ഒരു പുസ്തക രേഖ എഫേസോസിലെ പ്രസിദ്ധനായിരുന്ന മെത്രാനായിരുന്ന പോളിക്രറ്റിൻ്റേതാണെന്ന് ആരോപിക്കപ്പെടുന്നുണ്ടെങ്കിലും അവ 4-5 നൂറ്റാണ്ടുകളിൽ എഫേസോസിൽ വെച്ച് രചിക്കപ്പെടുകയും ഫോഡിയൂസിനാൽ സംഗ്രഹിക്കപ്പെടുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. കാറ്റഗോഗിയ എന്നറിയപ്പെടുന്ന ഒരു ഉത്സവത്തെ എതിർത്തു എന്ന കാരണത്താലായിരുന്നു ഈ കൊലപാതകം. ജനുവരി 22-നാണ് ഈ ഉത്സവം ആഘോഷിക്കപ്പെട്ടിരുന്നത്. ചരിത്രരേഖകൾ പ്രകാരം 97-ൽ നേർവ ചക്രവർത്തിയുടെ കാലത്ത് വിഗ്രഹാരാധകർ വിശുദ്ധ തിമോത്തിയോസിനെ കല്ലെറിഞ്ഞും ദണ്ഡുകളാൽ പീഡിപ്പിച്ചും കൊലപ്പെടുത്തിയെന്നാണ് പറയപ്പെടുന്നത്. ഈ വിശുദ്ധൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ കോൺസ്റ്റാന്റിയൂസിൻ്റെ ഭരണകാലത്ത് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് മാറ്റിയതായും പറയപ്പെടുന്നു. വിശുദ്ധ തീത്തൂസ് പൗലോസ്ലീഹയുടെ വിശ്വസ്ത സ്നേഹിതനും ശിഷ്യനും സന്തത സഹചാരിയുമായിരുന്നു വിശുദ്ധ തീത്തൂസ്. അന്ത്യോക്യയിലാണ് ജനിച്ചതെങ്കിലും അദ്ദേഹം ഗ്രീക്കുകാരനാണ്. വിജാതീയനായ തീത്തൂസിനെ സ്ലീഹ പരിച്ഛേദനം ചെയ്യാൻ നിർബന്ധിച്ചില്ല. ഒരു ഭരണകർത്താവും സമാധാന പാലകരാകാനും ആയിട്ടാണ് തീത്തൂസ് അറിയപ്പെടുന്നത്. പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനങ്ങളിൽ തീത്തൂസിനെ പറ്റി എഴുതിയിട്ടുള്ളത് ഇപ്രകാരമാണ്: നിങ്ങളെപ്രതി തീത്തൂസിൻ്റെ ഹൃദയത്തിലും തീക്ഷ്ണത നിവേശിപ്പിച്ച ദൈവത്തിന് നന്ദി. അദ്ദേഹം ഉപദേശം സ്വീകരിക്കുക മാത്രമല്ല, അത്യുത്സാഹത്തോടെ സ്വമനസാലെ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയും ചെയ്തു. കൊറിന്തോസിന് എഴുതിയ 2-ാം ലേഖനം 7 തുടങ്ങി 7-8 വാക്യങ്ങൾ. വീണ്ടും വീണ്ടും കൊറിന്ത്യർക്കുള്ള ഈ ലേഖനത്തിൽ പൗലോസ് സ്ലീഹ തീത്തൂസിൻ്റെ സേവനങ്ങളെ വർണ്ണിക്കുന്നുണ്ട്. തീത്തൂസ് ക്രീറ്റ് എന്ന ദ്വീപിൽ സഭാഭരണം നടത്തിയെന്നാണ് പൗലോസ് സ്ലീഹ തീത്തൂസിനെഴുതിയ ലേഖനങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. വിശുദ്ധ പൗലോസിൻ്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം 27 കൊല്ലം തീത്തൂസ് ജീവിച്ചിരുന്നതായും അത് കഴിഞ്ഞ് രക്തസാക്ഷിയായതായും ആണ് കരുതപ്പെടുന്നത്.